അധ്യായം 4 മൂക്കുത്തി സമരം. മേൽമുണ്ട് അഥവാ ഏത്താപ്പ് സമരം. ഇന്ന് സ്വർണ്ണാഭരണങ്ങൾ ആർക്കും ഇഷ്ടം പോലെ എണ്ണത്തിലോ തൂക്കത്തിലോ ഫാഷനിലോ അണിയാൻ. വസ്ത്രധാരണത്തിൽ പാരീസിലുള്ള നവീന ഫാഷനുകളും ആർക്കും ധരിക്കാം. വർണ്ണശബളമായ കുടകൾ ആർക്കും പിടിക്കാം. ഒരു കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ കുട ചൂടുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. പാദരക്ഷകളുടെ കാര്യം പറയേണ്ടതുമില്ല. അപ്പോൾ പണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം ജനവിഭാഗത്തിനും മൂക്കുത്തിയിടുവാനും മറ്റാഭരണങ്ങൾ അണിയുവാനും പാദം വരവെ പുടവ നീട്ടി ഉടുക്കുവാനും മാറുമറയ്ക്കുവാനും മേൽമുണ്ട് ധരിക്കുവാനും പാടില്ലായിരുന്നു എന്ന കാര്യം അത്ഭുതത്തോടുകൂടി മാത്രമേ പുതിയ തലമുറകൾക്ക് ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. അവിശ്വസനീയമായ ചരിത്രം. അപ്പോൾ നാം ആ ചരിത്ര സത്യം എന്തിനറിയണം എന്ന ചോദ്യം ഉരുത്തിരിയുന്നു. പക്ഷേ ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടത് ചരിത്രപരമായ ഒരാവശ്യമാണ്. ഈ വിജയങ്ങൾ നമുക്ക് നേടിത്തരുവാൻ നമ്മുടെ പൂർവികരായ ചില മഹാന്മാർ അനുഷ്ഠിച്ച കഷ്ടപ്പാടുകളും അവർ കാണിച്ച അപൂർവമായ ധീരതയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറദീപങ്ങളായി നാം സൂക്ഷിക്കണം. അതിൽ നിന്നും നമ്മൾ ഉത്തേജഭരിതരാകണം. അതോടെ അപകർഷതാ ബോധമല്ല ഉണ്ടാവേണ്ടത്. ഉത്തേജനം ആർജിച്ച് ഇനിയും മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കന്മതിലുകളെ തകർക്കുവാൻ കരുത്ത് ആർജിക്കണം. അല്ലെങ്കിൽ പൂർവികർ അതിസാഹസത്തിലൂടെ നേടിത്തന്ന പല അവകാശങ്ങളും എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇനി നേടിയെടുക്കേണ്ട പലതും നേടിയെടുക്കാൻ സാധിക്കാതെ വരും. പ്രതിലോമ ശക്തികൾ ഉറങ്ങുകയല്ല. ചാണക്യകൃത്യങ്ങൾക്ക് അവർ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇന്ന് ആവുന്നത്ര സൗഭാഗ്യങ്ങൾ അഥവാ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്ന സ്ത്രീകളുടെ മുൻതലമുറകൾക്കാണ് മൂക്കുത്തി പോലും ധരിക്കാൻ അവകാശം ഇല്ലാതിരുന്നത്. ആ തലമുറകളുടെ മുൻതലമുറക്കാർ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് നടന്നവരായിരുന്നു. മുഴുവൻ ആഭരണങ്ങളും അഴിപ്പിച്ചെടുത്ത് മുക്കുത്തി പോലും ധരിക്കാതിരിക്കാനുള്ള കാലത്തിൽ കണ്ണും നട്ട് പ്രതിലോമ ശക്തികൾ ചാണക്യതന്ത്രങ്ങൾ മെനയുകയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ സാമ്പത്തിക രംഗങ്ങൾ തകർക്കപ്പെട്ടാൽ മുക്കുത്തി പോയിട്ട് മൂക്കുപോലും നഷ്ടപ്പെടുന്ന കാലം വന്നെത്താം. ചുട്ടിപ്പുടവ പാദങ്ങളിൽ മർമ്മരം ഉതിർത്ത സ്ത്രീകളുടെ പിൻതലമുറക്കാർക്കാണ് മുട്ടിന് താഴെ മുണ്ടു നീട്ടി ഉടുക്കുവാനും മാറുമറയ്ക്കുവാനും അവകാശം നിഷേധിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ പ്രവേശന രംഗത്തും സ്കൂളുകളുടെയും കോളേജുകളുടെയും സ്ഥാപന രംഗത്തും ഉദ്യോഗ പ്രവേശന രംഗത്തും ചാണക്യതന്ത്രങ്ങളാൽ പിന്നാക്ക വിഭാഗങ്ങൾ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. കൊടികളുടെ നിറങ്ങൾ പലതാണെങ്കിലും നേതാക്കളുടെ അന്തരാത്മാക്കൾ ഒന്നാണെന്ന് നമ്മെ മനസ്സിലാക്കുന്നു. അപ്പോൾ പൂർവികർ നേടിത്തന്ന അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും പുതിയ അവകാശങ്ങൾ നേടിയെടുക്കാനും ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. നിതാന്ത ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതാണ്. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരിക്കലും എത്തിച്ചേരാതിരിക്കുവാനുള്ള തന്ത്രങ്ങൾ പ്രതിലോമ ശക്തികൾ അനുദിനം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക നേട്ടങ്ങളും തകർക്കുവാനുള്ള കരുനീക്കങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വെളിവാർന്നു വരുന്നതിന് പൂർവികർ നടത്തിയ ഐതിഹാസികമായ സമരചരിത്രം ഉത്തേജനം നൽകും. ഇനി മൂക്കുത്തി സമരം എന്തെന്ന് പരിശോധിക്കാം. 1818 തിരുവിതാംകൂർ റാണി പാർവതിബായി ഈ വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ശൂദ്രജാതിയിലും അഥവാ നായന്മാർ, ഈഴവജാതിയിലും മറ്റു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും ആഭരണങ്ങൾ ഇടുവാൻ അവകാശമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. വിളംബരം നിലവിൽ വന്നിട്ടും സവർണർ അവരെ ആഭരണങ്ങൾ അണിയുവാൻ അനുവദിച്ചിരുന്നില്ല. രാജഭരണം ഈ അനീതിക്കെതിരെ സത്യസന്ധമായി കണ്ണടച്ചു. അപ്പോൾ ജനസംഖ്യയിലും സാമൂഹിക പദവിയിലും മുന്നിൽ നിൽക്കുന്ന നായന്മാരും ഈഴവരും ഒന്നിച്ചു ചേരുമെന്നുള്ള ഭയം സവർണർക്കുണ്ടായി. ശൂദ്രർ ആഭരണം അണിയുന്നത് വെറുപ്പോടുകൂടി കണ്ടെങ്കിലും അവർ കണ്ണടച്ചു. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ അവകാശം ഈഴവരിൽ എത്തിച്ചേരാതിരിക്കാൻ ശൂദ്രർ സവർണപക്ഷത്ത് ചേർന്ന് അരയും തലയും മുറുക്കി രംഗത്തെത്തി. ഇതിൽ രോക്ഷാകുലനായ ആറാട്ടുപുഴ ഒരു സമരം തന്നെ അഴിച്ചുവിട്ടു. അതാണ് മുക്കുത്തി സമരം. സമരത്തിന്റെ തുടക്കം കുറിച്ചത് ഈഴവ സമുദായത്തിലെ ഒരു ധീര വനിതയായിരുന്നു. അന്നത്തെ അലിഖിത നിയമപ്രകാരം ഇടതുവശത്തേക്ക് മുടി ചരിച്ചു കെട്ടി മുല്ലപ്പൂ മാല ചൂടി ഈഴവ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു.
ഈഴവർ നെയ്യുന്ന ചുട്ടിപ്പുടവ അഥവാ അച്ചിപ്പുടവ ഈഴവ സ്ത്രീ പാദം വരെ ഇറക്കി ഉടുക്കുവാൻ അലിഖിത നിയമം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടും തീർന്നില്ല, മൂക്കുത്തിയിടാൻ പാടില്ലായിരുന്നു. മേൽമുണ്ട് ധരിച്ച് മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. നായർ സ്ത്രീകളുടെ നില ഒന്ന് പരിശോധിക്കാം. ഒരു ഓത്തു നമ്പൂതിരിയോ കോവിലകത്തെ ഒരു തമ്പുരാനോ വഴിയിൽ വെച്ച് വരുന്നത് കണ്ടാൽ മേൽക്കച്ച അഴിച്ചുമാറ്റി അല്പം കുനിഞ്ഞ് സ്ഥലങ്ങൾ വ്യക്തമാക്കി കാണിച്ച് ആദരവോടെ നിൽക്കണമായിരുന്നു. അമ്പലവാസി സ്ത്രീകളും നായർ സ്ത്രീകളും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തിടമ്പ് ശംഖുമുഖത്തേക്ക് കുളിപ്പിക്കാൻ എഴുന്നള്ളുമ്പോൾ അവർ മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. തിരുമേനിക്ക് വിളക്കെഴുന്നള്ളിപ്പ് ഹരമായിരുന്നു. വിളക്കുധാരികൾ മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. അതിൽ ശ്രേഷ്ഠതയും ആഢ്യതയും അഭിമാനവും കണ്ടെത്തുന്ന സ്ത്രീകൾ ഇന്ന് ഒരത്ഭുതമായി ചരിത്രത്തിൽ അവശേഷിക്കുന്നു. ക്ഷേത്ര ഉത്സവങ്ങളിലെ താലധാരികൾ ഇവരായിരുന്നു. പന്തളത്തെ ഈഴവ വനിത മുടി ഇടത്തേക്ക് ചെരിച്ചുകെട്ടി മുല്ലപ്പൂമാല മുടിയിൽ അണിഞ്ഞ് പുടവ പാദം വരെ നീട്ടിയുടുത്ത് റൗക്കയും മേൽമുണ്ടും ധരിച്ച് മുക്കുത്തിയും ഇട്ട് വഴിയിലേക്കിറങ്ങി ആ വനിതയുടെ കൂട്ടുകാരികളും അതുപോലെ അണിഞ്ഞൊരുങ്ങി ആ സ്ത്രീയെ അനുഗമിച്ചു. ഇതിനു മുമ്പ് കോട്ടയത്ത് ഇതിനേക്കാൾ ധീരയായ പൂഴിക്കാട്ട് തറവാട്ടിലെ കാരണവത്തി അവർ എന്നും വീട്ടിൽ നടക്കാറുള്ളതുപോലെ സർവാഭരണ വിഭൂഷിതയായി കസവും കൊണ്ടും റൗക്കയും കസവ് നേരിയതും ധരിച്ച് കുടമാളൂർ ക്ഷേത്രത്തിൽ കയറി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. സവർണക്കോമരങ്ങൾ കലിയിളകി ഓടിവന്നു. അപ്പോൾ ചാക്കാശ്ശേരിയിലെയും കോലേട്ടയെയും വെട്ടുകുഴിയിലെയും പൂഴിക്കാട്ടെയും കുടുംബങ്ങളിലെ ധീരപുരുഷന്മാരെ ഓർത്തവർ പകച്ചു നിന്നു. എങ്കിലും ധൈര്യം വീണ്ടെടുത്തവർ ആ ധീര വനിതയുടെ മുന്നിൽ ചാടി വീണു. അപ്പോൾ ആ സ്ത്രീ തെറുപ്പുവാൾ അരയിൽ നിന്നും എടുത്തു. ഉണ്ണിയാർച്ചയെ കണ്ട മാപ്പിളമാരെ പോലെ അവർ ഓടിമറഞ്ഞു. പന്തളത്തെ സവർണരുടെ രക്തം തിളച്ചു മറിഞ്ഞു. കേരളമെന്ന് കേട്ടാൽ ചോര തുടിക്കണം ഞരമ്പുകളിൽ. അവർ സ്ത്രീകളെ തടഞ്ഞു നിർത്തി കഠാരമുനകൾ കൊണ്ടവരുടെ മൂക്കുകൾ മുറിച്ചു. മൂക്കുത്തികൾ നിലത്തെറിഞ്ഞു. സ്ത്രീകളുടെ മാറിലൂടെ രക്തം വാർന്നു വീണു. അവരുടെ റൗക്കയും മേൽമുണ്ടും അവർ വലിച്ചു കീറി. മുലഞ്ഞെട്ടുകളിൽ വെള്ളക്കാത്തോടുകൾ പിടിപ്പിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പടർന്നു. വേലായുധപ്പണിക്കരും അനുചരന്മാരും കുതിരപ്പുറത്ത് വാളുകളുമായി പാഞ്ഞു നടന്നു. കുതിരക്കുളമ്പടി ഉയർന്നു. സ്വന്തം ചിലവിൽ അദ്ദേഹം 1000 മൂക്കുത്തികൾ പണിയിച്ചു. പന്തളത്തെ ഈഴവ സ്ത്രീകൾ പുടവ നീട്ടിയുടുത്ത് മാറുമറച്ച് മൂക്കുത്തിയും ഇട്ട് ഒരു ജാഥയായി വഴിയിലൂടെ നടന്നു. നായന്മാരും നായർ പടയും കലിയിളകി പാഞ്ഞു വന്നു. ആറാട്ടുപുഴയും അനുചരന്മാരും കുതിരപ്പുറത്ത് പാഞ്ഞെത്തി. രൂക്ഷമായ സംഘട്ടനം നടന്നു. കഴിവതും ആരെയും കൂടുതൽ മുറിവേൽപ്പിക്കരുത്, വിരട്ടി ഓടിച്ചാൽ മതി എന്ന് ആറാട്ടുപുഴയുടെ കൽപ്പന പലർക്കും അനുസരിക്കുവാൻ സാധിച്ചില്ല. കടുത്ത സംഘട്ടനത്തിൽ നായന്മാരും നായർ പടയും തിരിഞ്ഞോടി. രാജഭരണത്തോടുള്ള വെല്ലുവിളിയായി മാറി ആ സംഭവം. ഈഴവ സ്ത്രീകൾ ആഭരണം ധരിച്ച് പുറത്തിറങ്ങി തീരാതിരിക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തി. ആറാട്ടുപുഴയും അനുചരന്മാരും ഒരു യുദ്ധാന്തരീക്ഷം ഇളക്കിവിട്ടുകൊണ്ട് സവർണശക്തികളെ വെല്ലുവിളിച്ചു. ഈഴവർ എന്തിനും തയ്യാറായി നിന്നു. പൊന്നരിവാളും വെട്ടുകത്തികളും അവർ രാഗി മൂർച്ച വരുത്തി. ചില പ്രദേശങ്ങളിലും സ്ത്രീകൾ കൂടുതൽ ആഭരണങ്ങൾ അണിഞ്ഞ് നിരനിരയായി നടന്നു. അവരെ ആക്രമിക്കാൻ പിന്നീട് ധൈര്യം കാട്ടിയില്ല ആരും. അങ്ങനെ അവർണ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം ആറാട്ടുപുഴ കരവാളിലൂടെ നേടിയെടുത്തു. ഇതിനുവേണ്ടി അദ്ദേഹം വൻതുകകൾ ചിലവാക്കി. ഒരു സൈന്യം തന്നെ അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാക്കിയിരുന്നു എന്നു പറയാം. ഇതിനെ തുടർന്ന് പല പ്രദേശങ്ങളിലുമുള്ള പണിക്കരുടെ ആരാധകരായ ഈഴവധനികർ എല്ലാ ജാതിയിലും പെട്ട അവർണ സ്ത്രീകൾക്ക് മുക്കുത്തികൾ പണിയിച്ചു കൊടുത്തു. ചെറിയ വട്ടികൾ നിറയെ മുക്കുത്തികൾ പല പ്രദേശങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടു. അപ്പോൾ പണം ദുർവിനിയോഗം ചെയ്യാതെ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും ആഭരണങ്ങൾ വാങ്ങി. അങ്ങനെ പന്തളത്ത് നടന്ന മുക്കുത്തി സമരത്തിന്റെ പ്രതിഫലനങ്ങൾ തിരുക്കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും വ്യാപിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതിഫലനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തിച്ചേർന്നത് പോലെയായിരുന്നു അത്. 1859 സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം വെന്നിക്കൊടി പാറിച്ചു എന്നു പറയാം. മുക്കുത്തി ധരിച്ച് സ്ത്രീകളെ ആക്രമിക്കാൻ അരിശം മൂത്തിറങ്ങിയവർ ബഹുഭൂരിപക്ഷവും നായന്മാരായിരുന്നു. പക്ഷേ ചില സംഭവങ്ങൾ എന്തിനോ അവർ സൗകര്യപൂർവ്വം മറന്നു.
സ്വന്തം മാറുമറച്ച ഒരു നായർ സ്ത്രീയുടെ സ്തനങ്ങൾ ആറ്റിങ്ങൽ റാണിയുടെ കൽപ്പനപ്രകാരം രാജകിങ്കരന്മാർ അരിഞ്ഞു വീഴ്ത്തി. മറ്റൊരു സംഭവം കൊച്ചി രാജ്യത്ത് നടന്നിരുന്നു. തൃപ്പൂണിത്തുറ ക്ഷേത്രവീതിയിലൂടെ ഒരു നായർ യുവതി മാറുമറച്ചു കൊണ്ടുപോയി. ഒരു ക്ഷത്രിയ സ്ത്രീ അത് കാണുവാൻ ഇടയായി. അവരുടെ ആജ്ഞപ്രകാരം രാജകിങ്കരന്മാർ ആ യുവതിയുടെ മാറിടം പിച്ചിച്ചീന്തി. ഇതിനെ തുടർന്ന് നടന്ന മറ്റൊരു സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ഏത്താപ്പ് സമരം. ഈ മേൽമുണ്ട് വിളംബരം മായം കലർന്നതാണെന്ന് ചിലർ വ്യക്തമാക്കുന്നു. ചട്ടക്കുപ്പായ വിളംബരം പ്രഖ്യാപിച്ചത് തിരുവിതാംകൂർ മഹാറാണിയല്ല, ബ്രിട്ടീഷ് ചക്രവർത്തിനിയാണ്. മഹാറാണിയുടെ വിളംബരത്തിൽ പ്രധാനമായി മുഴച്ചു നിൽക്കുന്ന ഒരു വിലക്കാണ്. ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കീഴ്വർഗത്തിലെ സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകളെയും മുഹമ്മദീയ സ്ത്രീകളെയും പോലെ ചട്ടക്കുപ്പായം ധരിക്കുന്നതിന് വിരോധം ഇല്ലെങ്കിലും പാരമ്പര്യമായി നിലനിന്നു വരുന്ന ആചാരം അനുസരിച്ച് മേൽജാതി ഹിന്ദുക്കൾ ധരിക്കുന്നത് പോലെയുള്ള മേൽവസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലാത്തതുമാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ചക്രവർത്തിനിയുടെ ഹൃദയ നൈർമല്യവും ശുദ്ധിയും തിരുവിതാംകൂറിലെ ഹിന്ദു മഹാറാണിയുടെ നിന്ദ്യവും ഹീനവുമായ സംസ്കാരവും ഒന്ന് തട്ടിച്ചു നോക്കേണ്ടതാണ്. ഹിന്ദു മഹാറാണി സ്ത്രീകളുടെ നഗ്നഭാഗങ്ങൾ നല്ല തുണി കൊണ്ട് മറയ്ക്കാൻ അനുവദിക്കുകയില്ല. വേദോപനിഷത്തുക്കളുടെ സാരമാണോ ശാങ്കരസ്മൃതിയുടെ സാരമാണോ അത് അതിസാരമാണോ മഹാറാണിയെ ബാധിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തണം. തെക്കൻ തിരുവിതാംകൂറിലെ ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾ സഭ്യതയ്ക്കും സമാധാനത്തിനും ചേർന്ന വസ്ത്രം ധരിക്കുന്നതിന് അനുവാദം നൽകിയതെന്ന് സ്റ്റേറ്റ് മാനുവൽക്കാരൻ പറയുന്ന പ്രസ്തുത വിളംബരം പ്രഖ്യാപിച്ചത് തിരുവിതാംകൂർ മഹാറാണിയല്ല, ബ്രിട്ടീഷ് ചക്രവർത്തിനിയാണ്. കേണൽ മൺറോവിന്റെ ഭരണകാലവും ആയിരുന്നു അത്. എന്നിട്ട് പോലും കീഴ്വർഗത്തിലെ സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകളുടെയും മുഹമ്മദീയ സ്ത്രീകളെയും പോലെ ചട്ടക്കുപ്പായം ധരിക്കുന്നതിന് വിരോധം ഇല്ലെങ്കിലും പാരമ്പര്യമായി നിലനിന്നു വരുന്ന ആചാരങ്ങൾ അനുസരിച്ച് മേൽജാതി ഹിന്ദുക്കൾ ധരിക്കുന്നത് പോലെയുള്ള മേൽവസ്ത്രങ്ങൾ കീഴ്ജാതിക്കാർ ധരിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു വിലക്ക് വ്യവസ്ഥ കൂടി പ്രസ്തുത വിളംബരത്തിലുണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ അങ്ങനെ ഒരു വിളംബരം ഉണ്ടാകുന്നതിന് എതിരായി എന്തെല്ലാം ഗൂഢശക്തികൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കീഴ്ജാതി ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളെയും മുഹമ്മദീയരെയും പോലെ കുപ്പായം ധരിക്കാമെങ്കിലും മേൽജാതി ഹിന്ദു സ്ത്രീകളെ പോലെ കുപ്പായത്തിന്റെ പുറത്തൊരു മേൽമുണ്ട് ധരിച്ചുകൂടത്രേ. എന്തൊരു ദുർവാശിയെന്ന് നോക്കൂ. മേൽമുണ്ട് ഇട്ട് നടക്കണമെന്ന് കീഴ്ജാതിക്കാരുടെ വാശിയും അരുതെന്ന മേൽജാതിക്കാരുടെ ദുർവാശിയും പിന്നെ വരുത്തിവെച്ച കലാപങ്ങൾ ചില്ലറയൊന്നും ആയിരുന്നില്ല. സുപ്രസിദ്ധമായ ചാന്നാർ ലഹളയുടെ കാരണം അതാണ്. അതിനെ തുടർന്നാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവം 1859 മേൽമുണ്ട് വിളംബരം ഉണ്ടായത്. എന്താണ് ഈ ഭയകാരണങ്ങൾ? ഒരു ചാന്നാട്ടിപ്പെണ്ണ് ഒരു തോർത്ത് തോളിലിട്ട് നടക്കുന്നത് കണ്ടാൽ അത് മേൽജാതി ഹിന്ദുക്കൾക്ക് ഭയകാരണമാകുമോ? ഒരു ഈഴവ സ്ത്രീ മാറുമറച്ചാൽ സനാതന ഹിന്ദുക്കൾക്ക് ഭയാശങ്കകൾ ഉണ്ടാകും. ലോകത്തിലെ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായി ഇതിനെ കണക്കാക്കുന്നതിൽ തെറ്റില്ല. ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് ശൂദ്ര സ്ത്രീ മാറുമറച്ചപ്പോൾ സവർണർക്ക് ഭയാശങ്കകളുണ്ടായി. ആകാശം ഇടിഞ്ഞു വീണ് സർവനാശങ്ങൾ ഉണ്ടാകുമെന്നവർ ഭയന്നു. ശൂദ്ര സ്ത്രീകൾ മാറുമറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഈഴവ സ്ത്രീകൾ മാറുമറയ്ക്കുന്നത് സവർണർക്കും ശൂദ്രനായന്മാർക്കും ഭയാശങ്കയ്ക്ക് കാരണമായി. സഭ്യതയ്ക്കും മാന്യതയ്ക്കും സംസ്കാരത്തിനും ചേരുന്നതല്ല, സദാചാരത്തിനും വിരുദ്ധമാണ്. എന്തൊരു വിരോധ ആഭാസം! ഒരു സ്ത്രീ കാലുകൾ പൂർണ്ണമായി മറച്ചുകൊണ്ട് നടക്കുന്നതും റൗക്കയിടുന്നതും മേൽമുണ്ട് ധരിക്കുന്നതും സഭ്യതയ്ക്കും സമാധാനത്തിനും ചേരുന്നതല്ല പോലും. അടപ്രഥമനും കഴിച്ചു മയങ്ങുന്ന സനാതനർക്ക് പാവങ്ങൾ ഒരു നേരം അരവയർ കഞ്ഞി കുടിക്കുന്നത് സമാധാനത്തിനും സാമ്പത്തിക ശാസ്ത്രത്തിനും വിരുദ്ധമാണെന്ന് തോന്നിയാൽ എന്തു ചെയ്യും? അവരാണ് നാടുഭരിക്കുന്നവർ എന്നുകൂടി ഓർക്കണം. ജനാധിപത്യം പൂത്തുലഞ്ഞ് പരിലസിക്കുന്ന ഇന്നും ഭരണാധികാരികൾക്ക് പാവങ്ങൾ അരവയർ കഞ്ഞി കുടിക്കുന്നത് സമാധാനത്തിനും ശാന്തിക്കും ചേർന്നതല്ല. ബ്രിട്ടീഷുകാർ വന്നെത്തിയില്ലായിരുന്നു എങ്കിൽ മഹാറാണി മുട്ടിനു മുകളിലുള്ള മുണ്ടിന്റെ നീളം കുറയ്ക്കുവാൻ ഒരു മുണ്ട് പ്രഖ്യാപനം നടത്തുമായിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ ദേശീയവാദികൾ അയാളുടെ ദേശീയ സ്നേഹത്തെയും മറ്റും ചോദ്യം ചെയ്ത് പ്രതിക്കൂട്ടിൽ കയറ്റാതിരിക്കുകയില്ല.
ഇന്ത്യയിൽ ക്രിസ്തുമതം സ്വീകരിച്ചവരിൽ 95% അധസ്ഥിത സമുദായങ്ങളിൽപ്പെട്ടവരാണ്. അവർക്ക് മനുഷ്യാവകാശങ്ങളും സാമൂഹിക നീതിയും വിദ്യാഭ്യാസവും ഉദ്യോഗവും ബ്രിട്ടീഷുകാർ നൽകി. അവർ ഹൃദയം കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി മാറി. ബ്രിട്ടീഷ് ചക്രവർത്തിനി അവരുടെ ഹൃദയ ചക്രവർത്തിനിയായി മാറി. തെക്കൻ തിരുവിതാംകൂറിൽ ക്രിസ്തുമതം സ്വീകരിച്ച് സ്ത്രീകളുടെ ചട്ടക്കുപ്പായം സവർണർ വലിച്ചു കീറിയപ്പോൾ ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു. ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷ് പട്ടാളം വന്ന് ലഹള അടിച്ചൊതുക്കി. ക്രിസ്ത്യാനികൾക്ക് ചട്ടക്കുപ്പായം ധരിക്കാനുള്ള അവകാശവും ലഭ്യമായി. ക്രിസ്തുമതവും ഇസ്ലാം മതവും സ്വീകരിച്ച അവർണരിൽ അവർണരായ ഹിന്ദുക്കളുടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവർ മാർക്കവാസം സ്വീകരിച്ച അതേ നിമിഷത്തിൽ അവസാനിച്ചു. അവർക്ക് ബ്രാഹ്മണനെ കാണുമ്പോൾ തീണ്ടാപ്പാടകലം നോക്കേണ്ട, ഹസ്തദാനം ചെയ്യാം. എന്തതിശയമേ ദൈവത്തിൻ സ്തോത്രം, എത്ര മനോഹരമോ. അവർക്ക് ക്ഷേത്രവീഥികളിലൂടെ തീണ്ടാപ്പലകകൾ നോക്കാതെ സധൈര്യം നീണ്ടു നിവർന്നു നടക്കാം. അവർ ഹിന്ദു ചങ്ങലകളിൽ നിന്നും വിമോചിതരായി. അവർക്ക് കാലക്രമത്തിൽ വിദ്യാഭ്യാസവും മഹാരാജാവിൻ്റെ സർവീസിൽ ന്യായാധിപന്മാർ വരെയുള്ള ഉദ്യോഗവും ലഭിച്ചു. അപ്പോൾ അവരും സവർണരെ പോലെ അവർണരെ കാണുവാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം. മാർക്കവാസികളെ ഈഴവരുടെ മുകളിലുള്ള ജാതിപ്പടിയിൽ കയറ്റി നിർത്തി. ഈഴവരെയും മറ്റും കീഴ്ജാതിക്കാർ എന്ന് പറയുന്നവരെയും അവരുടെ ചവിട്ടുകൂടിക്കൊള്ളാനുള്ള വേദാന്ത പാത ഒരുക്കുകയായിരുന്നു സവർണർ. ഹിന്ദുമത സംരക്ഷകർ ഇതോർക്കുമ്പോൾ എന്തുകൊണ്ട് അവരെല്ലാം മാർക്കം കൂടിയില്ല എന്നുള്ളത് ലോകത്തിലെ 9ാമത്തെ അത്ഭുതമായി അവശേഷിക്കുന്നു. ഈജിപ്ഷ്യൻ പിരമിഡുകളിലെ മമ്മികൾ പോലും തങ്ങൾ തോൽപ്പിക്കപ്പെട്ടു എന്ന് ഭയന്നിരിക്കണം. അപ്പോൾ ബ്രാഹ്മണ മതത്തിൽ നിന്നും അന്യമായ അഥവാ ബ്രാഹ്മണരും മാർക്കവാസികൾ തന്നെയാണല്ലോ. ശ്രേഷ്ഠമായ, അതിലും ശ്രേഷ്ഠമായ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഉടമകളായതുകൊണ്ടാണ് അവർ കൂട്ടത്തോടെ മാർക്കം കൂടാതെ മാപ്പിളമാരാകാതിരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് മനസ്സിലാക്കാം. അവരുടെ സംസ്കാരമാണ് യഥാർത്ഥ ഭാരത സംസ്കാരം. ആ സംസ്കാരമാണ് ഇന്ത്യയിൽ നിന്നും പുറത്തു വ്യാപിച്ചത്. അതാണ് ഭാരത സംസ്കാരത്തിൻ്റെ ഉറവിടം. ചാണക്യ തന്ത്രങ്ങളല്ല ഭാരത സംസ്കാരത്തിന് മകുടം ചാർത്തുന്നത്. മനുസ്മൃതിയുമല്ല. ഈ ഭാരത സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠഭാവങ്ങളാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന സാമൂഹിക പരിഷ്കർത്താവിൽ തെളിഞ്ഞു നിൽക്കുന്നത്. മുക്കുത്തി വഴക്കിൻ്റെ തുടർച്ചയായിരുന്നു 1859 എത്താപ്പ് സമരം. കായംകുളത്ത് അവർണ സ്ത്രീ നാണം മറയ്ക്കാൻ മാറിൽ ഏത്താപ്പിട്ടത് ചില പ്രമാണിമാർക്ക് സഹിച്ചില്ല. പൊതുനിരത്തിൽ അവരുടെ മേൽമുണ്ടുകൾ വലിച്ചു കീറി മാറിൽ മച്ചിങ്ങാത്തൊണ്ട് പിടിപ്പിച്ച് അവരെ പ്രമാണിമാർ കൂവിവിട്ടു. വിവരമറിഞ്ഞ് കുറെ മേൽമുണ്ടുകളുമായി പണിക്കർ തണ്ടുവെച്ച ബോട്ടിൽ കായംകുളത്തേക്ക് കുതിച്ചു. അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ട് വിതരണം ചെയ്തു. നാട്ടിലെ പാവം പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു തുണിയുടുപ്പ് സമരവും പണിക്കർ പൊരുതി ജയിച്ചു. പണ്ട് ഈ നാട് സ്ത്രീകളോട് ചെയ്തതിനെല്ലാം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് പകരം ചോദിച്ചു. എന്നിട്ടും ഏതു സ്ത്രീയാണ് ഇന്ന് പണിക്കരെ ഓർക്കുന്നത്?